കഴിഞ്ഞ കുറേ നാളുകളായി യു ഡി എഫിലും എൽ ഡി എഫിലും കാര്യമായ ചർച്ചാ വിഷയമായി മുൻപോട്ട് പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യസഭാ സീറ്റാണ്. രാജ്യസഭയിലേക്ക് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഒക്കെ ചർച്ചകൾ നടക്കുകയാണ്. ആരൊക്കെ ആയിരിക്കണം രാജ്യസഭയിലേക്ക് മത്സരിക്കുക എന്നുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റ് ആവശ്യപ്പെട്ട ലീഗിനെ അനുനയിപ്പിച്ച കോൺഗ്രസ് നടത്തിയത് രാജ്യസഭയിലേക്ക് സീറ്റ് നൽകാമെന്ന വാഗ്ദാനത്തോടു കൂടിയാണ്. അങ്ങനെ രാജ്യസഭയിലേക്ക് സീറ്റ് നൽകുമ്പോൾ ആരെയായിരിക്കണം ഇനി പരിഗണിക്കേണ്ടത് എന്ന ലീഗിൻ്റെ ഒരു വലിയ ചോദ്യം അവരുടെ പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ചയാകുമ്പോഴും വലിയ തർക്കത്തിന് ഇടയാവുകയാണ്. അവയെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാരായ ലീഗ് നേതാക്കന്മാരെ പരിഗണിക്കണമെന്ന് യൂത്ത് ലീഗിൻ്റെ പല നേതാക്കന്മാരും പറഞ്ഞപ്പോഴും പൊന്നാനിയിലും മലപ്പുറത്തുമുള്ള ET മുഹമ്മദ് ബഷീറിനെയും അബ്ദുൾ സമദ് സമദാനിയെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചതല്ലാതെ മറ്റൊന്നും തന്നെ ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ചെറുപ്പക്കാരായ യൂത്ത് ലീഗ് നേതാക്കന്മാരെ അനുനയിപ്പിക്കുന്ന തരത്തിൽ ഒന്നും തന്നെ ഉണ്ടായില്ല. അത് ലീഗിലെ ചെറുപ്പക്കാരായ നേതാക്കന്മാർക്കുള്ളിൽ വലിയ അമർഷം ഉണ്ടാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് കൂടി നൽകാതിരുന്നാൽ സ്വാഭാവികമായും ചെറുപ്പക്കാർക്കുള്ളിൽ ഉടലെടുത്തിട്ടുള്ള ഈ അമർഷം വലിയ രീതിയിൽ പൊട്ടിപ്പുറപ്പെടുവാനുള്ള സാധ്യതയും ഏറെയാണ്. അത് മുൻകൂട്ടി കാണാതെയാണ് ഇപ്പോൾ ലീഗിൻ്റെ പല നീക്കങ്ങളും മുൻപോട്ട് പോകുന്നത്. ലീഗിനെ സംബന്ധിച്ച മുതിർന്നവരായുള്ള നേതാക്കന്മാർ മാത്രം പാർലമെൻറ്റിലെ ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും പോയാൽ മതി എന്ന വലിയ ഒരു തിട്ടൂരമുണ്ട്. ആ തിട്ടൂരത്തിന് മറുപടി നൽകുവാൻ യൂത്ത് ലീഗ് നേതാക്കന്മാർ തീരുമാനിച്ചാൽ അത് ലീഗിന് വലിയ തിരിച്ചടിയായി മാറുവാനുള്ള സാധ്യതയുമുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം ആകെ UDF നിന്ന് ലഭിക്കുന്ന കുറച്ച് സീറ്റുകളിൽ 1-2 സീറ്റുകളാണ് യൂത്ത് ലീഗ് നേതാക്കന്മാർക്ക് നൽകുന്നത്. അത്തരത്തിൽ ലഭിക്കുന്ന സീറ്റുകളിൽ തന്നെ വിജയസാധ്യത ഒട്ടുമില്ലാത്ത സീറ്റുകളുമാണ്. അതുകൊണ്ട് തന്നെ രാജ്യസഭയിലേക്ക് നിഷ്പ്രയാസം വിജയിച്ചു വരുവാൻ സാധിക്കുന്ന ഒരു സീറ്റ് ലീഗ് നേതാക്കന്മാർക്ക് നൽകണമെന്ന തർക്കം നിലവിൽ മുസ്ലിം ലീഗിൽ ഉടലെടുക്കുന്ന സാഹചര്യത്തിലും തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പല ലീഗ് നേതാക്കന്മാരും ഇപ്പോൾ മറ്റൊരു വിഷയത്തിൽ തർക്കത്തിലായിരിക്കുകയാണ്. തർക്ക വിഷയം ലീഗ് നേതാക്കന്മാരിൽ ആരായിരിക്കണം രാജ്യസഭയിലേക്ക് നേതാവായി രാജ്യസഭ അംഗമായി എത്തിച്ചേരേണ്ടത് എന്നുള്ളതാണ്. PK കുഞ്ഞാലിക്കുട്ടി ആദ്യഘട്ടത്തിൽ തന്നെ താൻ മത്സരിക്കാനില്ല എന്ന് വെളിപ്പെടുത്തുകയും മറ്റാരെങ്കിലും പരിഗണിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു. അതിൽ പ്രധാന പേരായി നിന്നിരുന്നത് PMA സലാം അടക്കമുള്ള നേതാക്കന്മാരുടെ പേരായിരുന്നു. യൂത്ത് ലീഗിൽ നിന്ന് മുമ്പോട്ട് വെച്ചതാകട്ടെ PK ഫിറോസ് അടക്കമുള്ള യൂത്ത് ലീഗ് നേതാക്കന്മാരുടെ പേരുകളായിരുന്നു. പക്ഷേ അവയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് തങ്ങളിപ്പോൾ പുതിയൊരു നേതാവിൻ്റെ പേര് മുൻപോട്ട് വയ്ക്കുന്നത്. PMA സലാമിന് ശേഷം ലീഗിൽ ഉയർന്നു കേട്ട മറ്റൊരു പേര് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ്റെ പേരായിരുന്നു. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ ലീഗിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കുമോ എന്ന കാര്യത്തിൽ ഇന്ന് ഒരു അന്തിമ തീരുമാനം ലീഗ് എടുക്കുക തന്നെ ചെയ്യും. തിരുവനന്തപുരത്ത് ചേരുന്ന ലീഗ് നേതൃയോഗത്തിലാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. ആ തീരുമാനത്തിൻ്റെ ഒടുവിൽ അറിയാം ലീഗിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത്. PMA സലാമിനോ ഏതെങ്കിലും യൂത്ത് ലീഗ് നേതാവിനോ നൽകുമെന്ന് കരുതിയിരുന്ന രാജ്യസഭാ സീറ്റാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നൽകുവാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത്. KMCC ദില്ലി ഘടകം ഭാരവാഹിയായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന് അത് നൽകുന്നതോടുകൂടി അത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കും ലീഗിനുള്ളിൽ വലിയ ഭിന്നിപ്പിനും സാധ്യത ഏറെയാണ്. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിൽ ഹാരിസിന് സീറ്റ് നൽകാമെന്ന തീരുമാനത്തിലേക്ക് ലീഗ് എത്തിയിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാം അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ വലിയ വിയോജിപ്പ് പ്രകടമാക്കിയെങ്കിലും തീരുമാനത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. മറ്റ് നേതാക്കളുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്തതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുകയുള്ളൂ. ഭൂരിപക്ഷം നേതാക്കളും തങ്ങളുടെ തീരുമാനത്തെ അനുകൂലിക്കുവാനാണ് സാഹചര്യം ഏറെ. അങ്ങനെ വന്നാൽ തീരുമാനം തങ്ങളുടേത് തന്നെയായിരിക്കും. തങ്ങളുടെ തീരുമാനത്തെ അനുകൂലിക്കുന്ന സാഹചര്യത്തിൽ തീരുമാനം മാറാൻ ഇടയില്ല. നിലവിൽ സുപ്രീം കോടതിയിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസുകൾ ഏകോപിപ്പിച്ച് നടത്തുന്നത് വഴിയാണ് ഹാരിസ് ലീഗിലെ ബന്ധം ദൃഢമാക്കിയത്. മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായ ബീരാൻ്റെ മകനാണ് ഹാരിസ് ബീരാൻ. KMCC ദില്ലി ഘടകം അധ്യക്ഷൻ എന്ന ചുമതല കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം വഹിച്ചു തുടങ്ങിയത്. എന്നാൽ സജീവ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കാത്ത ഒരാളെ എന്തിനാണ് ഇങ്ങനെ പരിഗണിക്കുന്നത് എന്ന ചോദ്യമാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർ ഇപ്പോൾ ഉയർത്തുന്നതും ഒപ്പം തങ്ങളുടെ തീരുമാനത്തോടുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ അടക്കമുള്ള ലീഗ് നേതാക്കന്മാരുടെ വിയോജിപ്പും അറിയിക്കുന്നത്. ഒരു പ്രമുഖ പ്രവാസി വ്യവസായി അടക്കം ഹാരിസിനെ സ്ഥാനാർത്ഥിയാക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ഇപ്പോൾ ലീഗിലടക്കമുള്ള നേതാക്കന്മാരുടെ ചില അടക്കം പറച്ചിലുകൾ. അതുകൊണ്ട് തന്നെ പ്രമുഖ നേതാക്കന്മാർ അഭിപ്രായ വ്യത്യാസം പരസ്യമാക്കുന്നില്ല. എന്നാൽ ഇക്കാര്യത്തിൽ യൂത്ത് ലീഗ് കടുത്ത അതൃപ്തിയും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ വീണ്ടും ഇടതുപക്ഷത്തുണ്ടായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കൊടുക്കണോ രാജ്യസഭാ സീറ്റ്, അല്ല CPIക്ക് കൊടുക്കണോ എന്നുള്ള അടക്കമുള്ള
വലിയ ചർച്ചകൾ വലിയ ഭിന്നിപ്പിലേക്ക് വാതിൽ തുറക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ UDF വലിയ ഭിന്നിപ്പിലേക്ക് വഴിതിരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യസഭാ സീറ്റ് ആർക്ക് നൽകണമെന്ന ചർച്ചകളിൽ വലിയ ഭിന്നാഭിപ്രായങ്ങൾ ലീഗിനുള്ളിലും ഉടലെടുത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ തീരുമാനത്തോട് ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടിയും PM സലാം അടക്കമുള്ള ലീഗ് നേതാക്കന്മാരും യൂത്ത് ലീഗ് നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വലിയ എതിർപ്പ് അറിയിക്കുന്നത്. എന്തായാലും രാജ്യസഭാ സീറ്റിന് വേണ്ടിയുള്ള തർക്കങ്ങൾ ഇരുമുന്നണിയിലും ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ അത് രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാക്കുവാൻ പോകുന്ന മാറ്റങ്ങൾ ഏത് തരത്തിലായിരിക്കുമെന്നുള്ളതാണ് ഇനി ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനോടൊപ്പം ലീഗിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയേറെയാണ്. അത് കേരളത്തിലും കേന്ദ്രത്തിലുമൊക്കെ വലിയ അലയായി മാറുവാനുള്ള സാഹചര്യവും ഉണ്ട്.